സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗം കോഴിക്കോട് പ്രത്യേക സമ്മേളനം നടത്തുന്നു. SYS നേതാക്കളായ അബ്ദുസ്സമദ് പൂക്കോട്ടൂർ, ഓണംപിള്ളി മുഹമ്മദ് ഫൈസി, MC മൈനാജി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സമ്മേളനം. ഉമർ ഫൈസി മുക്കത്തിനെതിരെ നടപടി വേണമെന്ന ആവശ്യം യോഗത്തിൽ ഉയരും. സലാം മുഹമ്മദ് വിശദാംശങ്ങൾ നൽകും. സലാം, ഇങ്ങനെ സമസ്തയിൽ ഒരു വിഭാഗം മാത്രം ഒരു സമ്മേളനം നടത്തുന്നത് ഭിന്നത കൂട്ടാനല്ലേ ഉപകരിക്കുക? ആ നിലയ്ക്ക് ഈ സമ്മേളനം തടയാൻ പാകത്തിലുള്ള എന്തെങ്കിലും നീക്കം അതിനകത്ത് നടക്കുന്നുണ്ട്? അതല്ല ഈ സമ്മേളനം നടക്കുമെന്ന് തന്നെയാണോ? സൈഫുദ്ദീൻ, സമ്മേളനം അല്പസമയം മുമ്പ് തന്നെ ആരംഭിച്ചിരുന്നു. നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ സമസ്തയിലെ തർക്കങ്ങൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു വിഭാഗത്തിന്റെ മാത്രമായത്, അതായത് ലീഗ് അനുകൂല വിഭാഗം മാത്രം ഒരു പ്രത്യേക സമ്മേളനം വിളിക്കുന്നത്. നേരത്തെ SKSS നടത്തിയ ആദർശ സംഗമത്തിലൊക്കെ തന്നെ ഈ ലീഗിനെതിരെ, മുസ്ലിം ലീഗിനെതിരെ വലിയ ചെറിയ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. കൂടാതെ ഈ സുപ്രഭാത ദിനപത്രത്തിൽ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ദിവസം വന്ന ഒരു പരസ്യം വലിയ വിവാദമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ലീഗ് അനുകൂല വിഭാഗത്തിന്റെ പ്രത്യേക സമ്മേളനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് വെച്ചാണ് ഈ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അബ്ദുസ്സമദ് പൂക്കോട്ടൂർ, ഓണംപിള്ളി മുഹമ്മദ് ഫൈസി, MC മൈനാജി, അബ്ദുറഹ്മാൻ കല്ലായി തുടങ്ങിയ മുസ്ലിം ലീഗിന്റെയും സംസ്ഥയുടെയും പോഷകവിഭാഗങ്ങളുടെയും നേതാക്കൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവരൊക്കെ തന്നെ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, നേരത്തെ സംസ്ഥയിലുണ്ടായ പിളർപ്പിന് സമാനമായ രീതിയിലുള്ള ഒരു പിളർപ്പുണ്ടാകാനുള്ള ഒരു ശ്രമം ചിലരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. ആ ഒരു ശ്രമമായിക്കൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസത്തിലേക്ക് കൂടി ഈ സംസ്ഥയിലെ ആളുകളെ കൊണ്ടുപോകുന്നതിനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്. അതിനെ ചെറുക്കണം. കൂടാതെ മുനമ്പം വിഷയത്തിലടക്കം ഈ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ യോഗത്തിൽ പാലക്കാട് സാദിഖൽ ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ എടുത്ത തീരുമാനങ്ങൾക്ക് വിരുദ്ധമായ തീരുമാനങ്ങൾ ചില സംസ്ഥാന നേതാക്കൾ പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായി ഇതിനെ നേരിടണമെന്ന ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ സമ്മേളനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ലീഗ് അനുകൂല നേതാക്കൾ, സംസ്ഥയിലെ ലീഗ് അനുകൂല വിഭാഗത്തിന്റെ സമ്മേളനം ഇപ്പോൾ ഉമർ ഫൈസിയോ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവോ സത്താർ പന്തല്ലൂർ തുടങ്ങിയ നേതാക്കളൊന്നും ആ വേദിയിലില്ല അല്ലേ? നിലവിൽ അവരാരും തന്നെ ഇല്ല. നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ലീഗ് അനുകൂല വിഭാഗ നേതാക്കൾ മാത്രമാണ് ഇപ്പോൾ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഉമർ ഫൈസിക്കെതിരെ നേരത്തെ PMA സലാം നടത്തിയ പരാമർശത്തിൽ, ജിഫ്തകൾക്കെതിരെ എന്ന രീതിയിൽ നടത്തിയ ഒരു പരാമർശത്തിൽ അദ്ദേഹത്തെ തള്ളിക്കൊണ്ട് മുസ്ലിം ലീഗ് രംഗത്തെത്തിയിരുന്നു. പിന്നാലെ ഈ ഉമർ ഫൈസി നേരത്തെ നടത്തിയ പരാമർശം കൂടി ചർച്ചയാക്കുകയും ഉമർ ഫൈസിക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവുമായിരിക്കും ഒരു പക്ഷേ യോഗത്തിൽ ഉയരാനുള്ള ഒരു സാധ്യത. സമസ്തയിലെ ലീഗ് അനുകൂല നേതാക്കളാണ് ഇപ്പോൾ കോഴിക്കോട്ട് പ്രത്യേക സമ്മേളനം നടത്തുന്നത്. വിശദാംശങ്ങൾ നൽകിയത് സലാം മുഹമ്മദ്.